അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. 4 മിനിറ്റ് കൊണ്ട് 4 മാർക്ക് ചോദ്യം പിടിച്ചോളും. എ സ്പെസിഫിക് പോയിന്റ് ഓൺ ദ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിന്റെ വാളിലെ ഒരു സ്പെസിഫിക് പോയിന്റ് അത് ലേബിൾഡ് എ എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. ലേബിൾഡ് ആസ് എ എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൈറ്റ് ഏട്രിയത്തിന്റെ വാളിലുള്ള ഒരു സ്പെസിഫിക് പോയിന്റ്. അത് എ എന്ന രീതിയിൽ ലേബിൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചോദ്യം എന്താണെന്നറിയോ? നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എ. ആ എ എന്ന് പറയുന്ന ആ ഭാഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. അതാരാണ്? ഇപ്പൊ തന്നെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ആരാണ്? എസ് എ നോട്. ആരാണ്? എസ് എ നോട്. ബഹുമാനപ്പെട്ട എസ് എ നോടാണ് അത്. അപ്പോൾ എസ് എ നോഡിന്റെ പൊസിഷൻ എവിടെയെന്ന് ചോദിച്ചാൽ റൈറ്റ് ഏട്രിയത്തിന്റെ വാളിൽ, റൈറ്റ് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് ആര് കാണപ്പെടുന്നത്? എസ് എ നോട് കാണപ്പെടുന്നത്. അപ്പോൾ എസ് എ നോട് എവിടെ കാണപ്പെടുന്നു? റൈറ്റ് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അഡീഷൻ ആയിട്ട് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ആഡ് ഓൺ ആയിട്ട് പഠിച്ചു വെക്കാം. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഇതിന്റെ ധർമ്മം എന്ത്? എന്തിനാണ് അങ്ങനെ ഒരു എസ് എ നോഡ് എന്ന് ചോദിച്ചാൽ, ഈ ഹൃദയം എന്ത് ചെയ്യണം? ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യും വേണം, റിലാക്സ് ചെയ്യും വേണം. ഹൃദയം ഇങ്ങനെ താളാത്മകമായിട്ട് സങ്കോചിക്കുകയും വേണം, വിശ്രമാവസ്ഥ പ്രാപിക്കുകയും വേണം. അപ്പൊ ഇങ്ങനെ സങ്കോചിക്കാനും വിശ്രമാവസ്ഥ പ്രാപിക്കാനും, ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ അതിനൊരു എനർജി വേണം, ഒരു സപ്പോർട്ട് വേണം, ഒരു കറന്റ് വേണം. ആ കറന്റ് അല്ലെങ്കിൽ പവർ സപ്ലൈ ചെയ്യുന്നത് ആരാ? ഈ എസ് എ നോടാണ്. അപ്പൊ ആക്ച്വലി എസ് എ നോഡിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ദ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നെസസറി ഫോർ ദ കൺട്രാക്ഷൻ ഓഫ് ദ ഹേർട്ട് ചേമ്പേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എസ് എ നോഡ്. എസ് എ നോടാണ് എന്ത് ചെയ്യുന്നത്? ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ ഇലക്ട്രിക്കൽ ഇമ്പൾസ്, വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ ഇമ്പൾസ്, ഈ ഹൃദയം ഇങ്ങനെ മിടിക്കാൻ ആവശ്യമായുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? എസ് എ നോടാണ്. അതുകൊണ്ട് എസ് എ നോഡിന്റെ മറ്റൊരു പേര് എന്താണെന്ന് അറിയോ? പേസ് മേക്കർ. എന്താണ് പേര്? പേസ് മേക്കർ. അപ്പൊ പരീക്ഷയ്ക്ക് മേ ബി ചോദിക്കും, പേസ് മേക്കറിന്റെ ഫംഗ്ഷൻ എന്ത്? അപ്പൊ അതിന്റെ ഫംഗ്ഷനും ഇത് തന്നെയാണ്. കാരണം പേസ് മേക്കറും എസ് എ നോഡും രണ്ടും എന്താണ്? സെയിം ആണ്. മാറരുത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ബ്ലഡ് വെസൽ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ബ്ലഡ് വെസലിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ഇതാരാ? ഇത് ആർട്ടറി അല്ലേ? അല്ല. പിന്നെ ഇതാരാണ്? ഇത് സുഹൃത്തുക്കളെ, ഇത് വെയിനാണ്, സിരയാണ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ, വെയിനിന് എന്തുണ്ട്? വാൾവുണ്ട്. വെയിനിൽ വി ഉണ്ട്, വാൾവിലും വി ഉണ്ട്. വേറെ ആർക്കും എന്തില്ല? വാൾവില്ല. അതാ നോക്കൂ, ഇവിടെ ഒരു വാൾവ്, ഒരു വി ഷേപ്പ് പോലെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ. അത് നോക്കൂ. ഇവിടെ ഒരു കിടങ്ങ് പോലെ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് വാൾവ്. ഓക്കെ, അപ്പൊ ആ വാൾവുള്ള ആളാണ് ആര്? വെയിൻ അല്ലെങ്കിൽ സിര. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ ഇതാരാണ്? ഇത് ബഹുമാനപ്പെട്ട സിര അല്ലെങ്കിൽ വെയിന്. അപ്പൊ ഐഡന്റിഫൈ ദ നെയിം ദ ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിന്റെ ടൈപ്പ് നമ്മൾ എന്ത് ചെയ്ത് മെൻഷൻ ചെയ്തു. അതാരാണ്? സിരയാണ് അല്ലെങ്കിൽ വെയിൻ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ബ്ലഡ് ഫ്ലോവിംഗ് ത്രൂ ദിസ് വെസൽ? ഈ വെസലിലൂടെ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിന്റെ പെക്യുലാരിറ്റി, പ്രത്യേകത എന്തെന്നുള്ളതാണ് ചോദ്യം. ഇതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡ് വളരെ ലോ സ്പീഡിലേ പാസ് ചെയ്യുള്ളൂ, പിന്നെ ലോ പ്രഷറിലും ആയിരിക്കും പാസ് ചെയ്യുക. കാരണം വെയിൻ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ ഭിത്തിയ, സിര കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. സ്വാഭാവികമായിട്ടും ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡാ. രക്തം കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലാണ് ഒഴുകുക. പിന്നെ ഈ വെയിനിന്റെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, അതിനെന്തുണ്ട്? വാൾവുകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ അത് ഹൃദയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുകയാണ് ചെയ്യുക. ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട് ആണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന ആളാണ്. പിന്നെ അത് തിൻവാളാണ്, അഥവാ കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. ഞാൻ വെറുതെ ചോദിക്കാട്ടോ, അങ്ങനെയെങ്കിൽ കട്ടി കൂടിയ ഭിത്തി ഏതാന്നുള്ളത്, കട്ടി കൂടിയ ഭിത്തിയുള്ള ആ ബ്ലഡ് വെസൽ ഏതാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ പ്ലീസ്. നല്ല കുട്ടികളല്ലേ? ഓക്കെ, സി യു സൂൺ.